ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. 2025 ഇന്ന് അവസാനിക്കുകയാണ്. ഇന്നാണ് അവസാനത്തെ ട്രേഡിംഗ് ഡേ. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇന്ത്യൻ മാർക്കറ്റിലൊരു ഫ്ലാറ്റ് ഓപ്പണിങ്ങും അതുപോലെ തന്നെ ഒരു ബെറ്റർ ക്ലോസിംഗ് ആണ്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള അപ്പ് മൂവ്സ് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം ഇന്ന് ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി മാർക്കറ്റുകളും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകളുടെയും അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റുകളുടെയും സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അമേരിക്കയിലെ എല്ലാ ഇൻഡസ്ട്രികളും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം യൂറോപ്പിൽ ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അമേരിക്കയിൽ ടെക്നോളജി സ്റ്റോക്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്നലെയും സ്ലൈറ്റ്ലി വീക്ക് സെൻറ്റിമെൻ്റ് ആണ്. പക്ഷേ ആൽഫബറ്റ് അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് അതുപോലെ തന്നെ മെറ്റാ പ്ലാറ്റ്ഫോം ആമസോൺ ഈ സ്റ്റോക്കുകളൊക്കെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം ടെസ്ല, എൻവിഡിയ, ആപ്പിൾ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ചിപ്പ് മേക്കിംഗ് കമ്പനികളായ ബ്രോഡ്കോം ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ മൈക്രോൺ ഇന്നലെ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു മിക്സഡ് പിക്ചറാണ്. അതേസമയം മാഗ്നിഫിസൻറ്റ് 7 കമ്പനികളിലെ മെജോറിറ്റി കമ്പനികളും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ചെറിയ നെർവസ്നെസ് ഒക്കെ ഗ്ലോബൽ മാർക്കറ്റുകളിലുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിലും കണ്ടിട്ടുള്ളത്. ഇനി നമ്മൾ കമോഡിറ്റി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ വീണ്ടും ഗോൾഡിലും സിൽവറിലും കോപ്പറിലൊക്കെ നല്ല വൊളാറ്റിലിറ്റി ആയിരുന്നു. ഇന്ന് മോർണിംഗിലും അത്തരത്തിലുള്ള വൊളാറ്റിലിറ്റി തന്നെയാണ്. ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $4,353 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ്. അതേസമയം സിൽവർ ട്രേഡ് ചെയ്യുന്നത് ഇന്നലത്തെ അതേ ലെവലിൽ തന്നെയാണ് $73.69 പെർ ഔൺസിനാണ് സ്പോട്ട് സിൽവർ ട്രേഡ് ചെയ്യുന്നത്. അതേസമയം പ്ലാറ്റിനം ഇന്നലത്തെ പ്രൈസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ താഴെയാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. കോപ്പർ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ഇന്നലത്തെ റേറ്റായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. അതേസമയം അലുമിനിയം ഇന്നലെ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹീറ്റ് ചെയ്തിരുന്നു. ഇന്ന് മോർണിംഗിലും ആ റെക്കോർഡ് ഹൈനടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ സ്ലൈറ്റ്ലി വീക്കാണ്. $61.29 പെർ ബാരലിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി $US നെഗൻസ്റ്റ് ആയിട്ട് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു. ഇന്നലെ 89.94 രൂപ പെർ ഡോളറിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു മിക്സഡ് പിക്ചറാണ്. അതേസമയം കമോഡിറ്റികളിൽ നല്ല വൊളാറ്റിലിറ്റിയാണ്, പ്രത്യേകിച്ച് സിൽവർ, ഗോൾഡ്, കോപ്പർ, പ്ലാറ്റിനം ഈ കമോഡിറ്റികളിലൊക്കെ. അതേസമയം അലുമിനിയം സ്റ്റേബിൾ ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും മെറ്റൽ സ്റ്റോക്കുകളിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ്. ഇന്നലത്തെ റോൾ ഓവർ പൊസിഷൻ, അതായത് ജനുവരി മാസത്തേക്കുള്ള ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് റോൾ ഓവർ നോക്കുകയാണെങ്കിൽ മെറ്റൽ സ്റ്റോക്കുകളിൽ നല്ല റോൾ ഓവറാണ്. പ്രത്യേകിച്ച് സെയിൽ, അതുപോലെ തന്നെ ടാറ്റ സ്റ്റീൽ, ജിൻഡാൽ സ്റ്റീൽ, അതോടൊപ്പം തന്നെ JSW സ്റ്റീൽ ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ കോൺട്രാക്റ്റിലൊക്കെ ഫ്യൂച്ചേഴ്സിലേക്ക് നല്ല റോൾ ഓവറാണ്. അതുപോലെ തന്നെ PSU ബാങ്കിങ് സ്റ്റോക്കുകളിൽ നല്ല റോൾ ഓവറാണ്, പോസിറ്റീവ് റോൾ ഓവറാണ് ജനുവരി മാസത്തേക്ക് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മെറ്റൽ സെക്ടർ സ്റ്റോക്കുകൾ അതുപോലെ തന്നെ ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സെക്ടർ സ്റ്റോക്കുകളൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനാണ് സാധ്യതകൾ കൂടുതൽ. ഒപ്പം ഇന്ന് മുതൽ 4 സ്റ്റോക്കുകൾ കൂടി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റിലേക്ക് എൻ്റർ ആവുന്നുണ്ട്. സ്വിഗ്ഗി, വാരി എനർജീസ്, അതുപോലെ തന്നെ പ്രീമിയർ എനർജീസ്, ബജാജ് ഹോൾഡിങ്സ് ഒന്ന് വാച്ച് ചെയ്യുന്നതായിരിക്കും നല്ല രീതിയിൽ ഒരു പക്ഷേ മുന്നേറാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ്. എൻട്രിയിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലിവറേജ് പൊസിഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. IFC അവരുടെ സബ്സിഡിയറിയിൽ 10% സ്റ്റേക്ക് വിറ്റിട്ടുണ്ട്. 121.77 കോടി രൂപയ്ക്കാണ്. സ്ലൈറ്റ്ലി പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ന്യൂസാണ്. അതോടൊപ്പം തന്നെ ഭാരത് ഫോർജ് 1662 കോടി രൂപ ഡിഫൻസ് ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ്. ഡൈനാക്കോൺ സിസ്റ്റംസ് ആൻഡ് സൊല്യൂഷൻസ് 249 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. RBIയിൽ നിന്നാണ്. പോസിറ്റീവ് ന്യൂസാണ്. പവർ ഗ്രിഡിന് ആന്ധ്രാപ്രദേശിലെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സെറ്റപ്പ് ചെയ്യാനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട്. സ്ലൈറ്റ്ലി പോസിറ്റീവ് ആണ്. റൈറ്റ്സ് റെയിൽവേ റിലേറ്റഡ് കമ്പനിയാണ്. സിംബാബ്വേയിൽ നിന്ന് $3.6 മില്യൺ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ZF സ്റ്റിയറിംഗ് 151 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ആർഫിൻ ഇന്ത്യ 321 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ഡയമണ്ട് പവർ ഇൻഫ്രയിൽ നിന്നാണ്. അലുമിനിയം സെക്ടർ കണ്ടക്ടേഴ്സിന് വേണ്ടിയാണ്. നല്ലൊരു ഓർഡറാണ്. ആർഫിനെ സംബന്ധിച്ച് പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. പ്രൊമോട്ടേഴ്സ് ഇന്നലെ ബൈ ചെയ്തിട്ടുള്ള DB കോർപ്പ്, KPA ഗ്രീൻ എനർജി, അതുപോലെ തന്നെ സംഘം ഇന്ത്യ ലിമിറ്റഡ് ആണ്. അതേസമയം ജോൺ കോക്കറിൽ പ്രൊമോട്ടേഴ്സ് സെല്ലിങ്ങും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ന്യൂസ് ജോൺ കോക്കറിലിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആണ്.
ആണ്, ബെൽജിയം MNC കമ്പനിയാണ്. അതോടൊപ്പം തന്നെ HNI ഇൻവെസ്റ്റേഴ്സാണ് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇന്നലത്തെ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ 3844.02 crore വർത്ത് സ്റ്റോക്കുകൾ അവർ വിറ്റിട്ടുണ്ട്. അതേസമയം ഡൊമസ്റ്റിക് ഫണ്ടുകൾ 6159.81 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു ഫ്ലാറ്റ് ഓപ്പണിങ്ങും അതുപോലെ തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻസും, ഒപ്പം ഇന്ന് ബെറ്റർ ക്ലോസിംഗ് ആണ് 2025 അവസാനത്തെ ട്രേഡിംഗ് ഡേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 2025 കലണ്ടർ ഇയറിലെ നിഫ്റ്റിയുടെയും അതുപോലെ തന്നെ സെൻസെക്സിൻ്റെയും പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ കലണ്ടർ ഇയറിൽ അറൗണ്ട് 10% ആണ് നിഫ്റ്റി ഇൻഡെക്സിൽ ഗെയിൻ നേടിയിട്ടുള്ളത്. അതേസമയം സെൻസെക്സ് ഇൻഡെക്സിൽ 8.2% ഗെയിൻ നേടിയിട്ടുള്ളത്. ഓവറോൾ ഗ്ലോബൽ മാർക്കറ്റുകളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് ഈ വർഷം ഈ കലണ്ടർ ഇയറിൽ മോശമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത 3 മാസങ്ങളിൽ, അതായത് നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ ഏപ്രിൽ മുതൽ മാർച്ച് വരെയാണ്, ഈ 3 മാസങ്ങളിൽ നമ്മുടെ മാർക്കറ്റ് മുന്നേറാനുള്ള സാധ്യതകളാണ്. അത്തരത്തിലുള്ള പ്രിഡിക്ഷൻസ് തന്നെയാണ് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട്, അതുപോലെ തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ മോർണിംഗ് പോഡ്കാസ്റ്റ് അവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.